തീ പാറിച്ച് കണ്ണൂർ സിംഹം. കെ സുധാകരന്റെ ഈ പ്രസംഗം കണ്ടാൽ നിങ്ങൾ ഓരോരുത്തരും പറയും, ഇദ്ദേഹത്തെയാണോ ആരോഗ്യ കാരണം പറഞ്ഞ് കേക്കച്ചനും സരിതാ ഗോപാലനും സംഘവും പുറത്താക്കിയത് എന്ന്. KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് ഇതുപോലൊരു ഉറപ്പുള്ള നേതാവിനെയല്ലായിരുന്നോ വേണ്ടിയിരുന്നത് എന്ന്. ഇതുപോലെ അണികളെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെയാകെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം നടത്തുവാൻ ഇന്ന് കൊച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ വേറെ ആർക്കെങ്കിലും സാധിച്ചോ? KS പകരം KS മാത്രം. കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സുധാകരനെ പോലെയുള്ള നട്ടലുള്ള നേതാക്കന്മാരെ ഒതുക്കി മണകുണാഞ്ചൻ അരമനക്കിങ്ങിണിയെ പോലെയുള്ളവരെ കൊണ്ടിരുത്തി ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാരെ വെറും ശശിയാക്കി രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള നേതാക്കന്മാരെ തേൻകണിയിൽപ്പെടുത്തി പുറത്താക്കി ഷാഫിയെ വിരട്ടി നിശബ്ദനാക്കി. എന്തിന്? വെറുപ്പിക്കൽ വീരൻ കേക്കച്ചനെ മുന്നിൽ നിർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ചാൽ പിണറായിക്ക് മൂന്നാമതും ഭരണ തുടർച്ചയുണ്ടാകും എന്ന് തീർച്ച. പെരുന്നാപ്പോപ്പിന്റെയും കണിച്ചിക്കുളങ്ങര കുരുവിന്റെയും നിലപാടുകളോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പില്ലെങ്കിലും യാതൊരു നിലപാടുകളുമില്ലാത്ത അഴകുള്ളവനെയും അപ്പ കാണുന്നവനെയും അപ്പ എന്ന് വിളിക്കുന്ന PR വർക്കുകൾ കൊണ്ട് മാത്രം ഇത് പിടിച്ചു നിൽക്കുന്ന ഈ കേക്കച്ചനെ മുന്നിൽ നിർത്തിയാൽ അത് UDFന് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്ന് മാത്രം മനസ്സിലാക്കുക. സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും തിണ്ണ നിരങ്ങുവാൻ പോകില്ല എന്ന് കേക്കച്ചൻ ആവർത്തിക്കുവാൻ കാരണം അവർ ഇയാളെ അവരുടെ വാച്ചിലയിൽ പോലും കയറ്റില്ല എന്നതാണ്. യാതൊരു വിലയും കൊടുക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ പോയി ഇയാൾ അട്ടിപ്പേർ കിടന്നേനെയും. എന്നാൽ രാത്രിയിൽ അരമനകളിലും സിനഡ് നടക്കുന്ന കൂദാശ മാഫിയകളുടെ മെനകെട്ട അരമനകളിലും നിലപാടുകളുടെ ഈ നാറിയ രാജകുമാരൻ ആരും കാണാതിരിക്കുവാൻ തലയിൽ മുണ്ടുവിട്ട് ടാക്സി ഇന്നോവ പിടിച്ചുപോയി അവിടെ കാലുപിടിക്കും, അളിഞ്ഞ കൈമുത്തും അംശവടിയും മുത്തും, സഹായിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യും. അവന്മാരുടെ ഫണ്ട് മേടിക്കാം, പള്ളിത്തന്തന്മാരുടെ നോമിനിയായ അരമനക്കിങ്ങിണികളെ KPCC അധ്യക്ഷ സ്ഥാനത്ത് വെക്കാം, എന്നിട്ട് ഞാൻ മതമേലധ്യക്ഷന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകില്ല എന്ന്. ലോഹമാഫിയ നേതാവ് വരാലു തോമയുടെ നിർദ്ദേശമനുസരിച്ച് അവസരവാദി മാണിച്ചക്കനെ UDFിലേക്ക് ആനയിക്കുകയും ചെയ്യാം. മീൻവണ്ടിയിൽ വന്ന AICCയുടെ കള്ളപ്പണം കട്ടവനെന്ന് വിളിച്ച PV അൻവറിനെ ഷാളിട്ട് കെട്ടിപ്പിടിച്ച് കടിച്ചുപറിച്ച് ഉമ്മ കൊടുത്ത് UDFിലേക്ക് സ്വീകരിക്കാം. തൃക്കാക്കര നീന്തിക്കയറുവാൻ പ്രാർത്ഥിക്കുവാൻ ഉമാ തോമസിനെയും കൊണ്ട് ടിജോ എന്ന പൈശാചിക പാച്ചറുടെ അടുത്ത് പോയി മുട്ടിൽ കുത്തിനിന്ന് പ്രാർത്ഥിക്കാം. തലസ്ഥാനത്ത് ഇഫ്താർ വിരുന്ന് നടത്തുവാൻ താറായി യോഹന്നാൻ വിരിച്ചിറക്കിയ പംതുപ്പിക്കാരൻ ബിഷപ്പിന്റെ കയ്യിൽ നിന്നും കാശ് മേടിച്ച് അവനെ പിടിച്ച് പരിപാടിയുടെ ഇടയ്ക്കിരുത്താം. എന്തിന്? വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ അടുത്തുവരെ ഈ നാറിയ നിലപാടുകളുടെ രാജകുമാരൻ മാറിപ്പോയി. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. എന്നിട്ട് സമുദായ നേതാക്കളുടെ തിണ്ണ നിരുങ്ങാൻ ഞാൻ പോകില്ല എന്ന ചപ്ലാച്ചിയും. ഇയാൾ അവരുടെ 7 അയൽവക്കത്തെങ്ങാനും ചെന്നാൽ അവർ എറിഞ്ഞു വീഴിക്കില്ലേ? അതുപോലെ രാഹുൽ ഗാന്ധി ഇന്ന് പ്രസംഗിച്ചത് കോൺഗ്രസ് ഉറപ്പായും അധികാരത്തിൽ വരും എന്നാണ്. അതിന് രാഹുൽജി, നിങ്ങൾ നന്ദി പറയേണ്ടുന്നത് ഈ അന്തംകമ്മി വിജയനോടാണ്. അതുകൊണ്ടാണ് കേക്കച്ചൻ കഴിഞ്ഞ ദിവസം അറിയാതെ പ്രസംഗിച്ചത് പിണറായി വിജയൻ നന്നാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ. ആര്? കേരളത്തിലെ ജനങ്ങൾ. അല്ലാതെ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന്. പിണറായി നന്നായാൽ ഞങ്ങളുടെ കാര്യം കട്ട പുകയാകുമെന്ന്. അതാണ് പരമാർത്ഥം. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇതുപോലൊരു പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു. വോട്ട് ചോരി, ഭാരത് ജോഡോ യാത്ര ഒക്കെ നടത്തി സന്ധി തേയ്മാനമുണ്ടാക്കി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാതെ പറ്റുമെങ്കിൽ നിങ്ങൾ പിണറായിസത്തിൻ്റെ അന്തംകമ്മി വിത്തുകൾ മറ്റു സംസ്ഥാനങ്ങളിലും വിതയ്ക്കുക. സതീശനെ പോലെയുള്ള ഗുണവും മണവുമില്ലാത്ത സർട്ടിഫൈഡ് കണങ്ങളെ പിടിച്ച് പ്രതിപക്ഷ നേതാവായും ഇരുത്തി കൊടുക്കുക. ഇവന്മാർ ഉത്സാഹിച്ച് മത്സരിച്ച് ആ നാട് മുടിപ്പിച്ച് മുണ്ടങ്കോലെടുക്കുമ്പോൾ നാട്ടുകാർ സഹികെട്ട് യാതൊരു പിടിവള്ളിയുമില്ലാതെ വരുമ്പോൾ മറ്റു പാർട്ടികളൊന്നും അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധ്യത കാണുന്നുണ്ട്. ഇനി കെ സുധാകരൻ്റെ കേരളത്തിലെ ഒരു സാധാരണക്കാരനെ സുഖിപ്പിക്കുവാൻ പാകത്തിലുള്ള ആ പ്രസംഗം നമുക്കൊന്ന് കാണാം. എന്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. പിണറായി വിജയനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എന്ത് നേട്ടമുണ്ടാക്കി? അധ്വാനിക്കുന്നവന്, തൊഴിലാളി വർഗത്തിന്, വിയർപ്പെടുക്കുന്നവന്, വിശക്കുന്നവന് എന്തുണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ?
ശമ്പളം കൊടുത്തോ മര്യാദയ്ക്ക്, കൂലി കൊടുത്തോ മര്യാദയ്ക്ക്, തൊഴിലാളികൾക്ക് അതിന്റെ ആനുകൂല്യം കൊടുത്തോ? ഇവർക്കൊന്നും കൊടുക്കാതെ ഈ രാജ്യം ഭരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ നാട് ഇന്നിപ്പോ എവിടെയാ ഉള്ളത്? നമ്മളൊക്കെ ഇന്നലെ വരെ കേട്ട് കേൾവിയില്ലാത്ത ശബരിമല അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയി. എത്ര കോടിയുടെ സ്വർണം? ഒരു തെളിവ് കിട്ടിയോ? ഒരു രേഖ കിട്ടിയോ? ഒരു നേരിയ തെളിവ് കിട്ടിയോ? എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കുന്നില്ല? കോടാനുകോടി കോടി രൂപയുടെ സ്വർണം ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഈ സർക്കാരിന് ഈ നാട് ഭരിക്കാൻ എന്തവകാശമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ ആരുടെ കൈകൾക്കാണ് വിലങ്ങ് വെക്കേണ്ടി വരിക എന്ന് CPM-ന് അറിയാം. ആദ്യം പിടിച്ച 2 പേർ ജയിലിൽ കിടക്കുന്നവർ, അവർ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത 2 സന്നദ്ധ സഹചാരിയാണ്. തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് CPM-ന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അറിയാം. എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ? അന്വേഷണം നിർത്തിയില്ലേ? അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട്, ഈ ജനങ്ങൾ ആകെ അക്ഷമരായി നിന്നില്ലേ? സ്വർണം കിട്ടാത്ത ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അതിന് കിട്ടാത്ത ഈ നാട്, അത് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്ത കഴിവില്ലാത്തൊരു സർക്കാർ. ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. ഓരോ സഖാക്കളോടും ചോദിക്കുന്നു, വിയർപ്പൊഴുക്കുന്ന, ഭാരം ചുമക്കുന്ന തൊഴിലാളി വർഗത്തോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് ഇതിന്റെ പിറകിൽ? ആര് കൊണ്ടുപോയി? എവിടെ കൊണ്ടുപോയി? എന്തേ കണ്ടുപിടിക്കാത്തത്? എന്തുകൊണ്ട് പോലീസ് നടപടി ഉണ്ടാവുന്നില്ല? പരിശോധിക്കണം. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടൊരു നിയമം ഈ രാജ്യത്ത് എടുത്തുപയോഗിക്കാൻ സാധിക്കാത്തൊരു സർക്കാർ. ഈ നാടിന്റെ ഗതികേടല്ലേ? പരിശോധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ അടുത്തൂട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പോകുമ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചു സമയം. എനിക്കതറിയാം. വലിയ ജനങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ആവേശം വന്നാൽ ഞാൻ ഇത്തിരി പ്രസംഗിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുന്ന ഒന്നായി ഇന്ന് മാറ്റാൻ നമുക്ക് സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കാണാനും വീണ്ടും സംസാരിക്കാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ്. കെ സുധാകരൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ 5 കൊല്ലം ആ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുന്ന് ഈ വി.ഡി. സതീശൻ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ട് വിജയം കണ്ടത് ഒരു കാര്യമെങ്കിലും പറയാമോ? പിണറായിക്കെതിരെ ശക്തമായ ഒരു സമരം നടത്തിയത് പറയാമോ? പിണറായി വിജയൻ്റെ കള്ളക്കമ്മട്ടങ്ങൾക്ക് കുടപിടിച്ച് അതിൻ്റെ പങ്കുപറ്റി പങ്കാളിയായി കന്റോൺമെൻറ്റ് ഹൗസ് ഇടനിലയുടെ ഇടത്താവളമായി ഭാര്യയും മകളെയും പോലും അവിടെ കയറ്റാതെ കേക്കച്ചിമാരുടെ കേക്ക് മുറിക്കൽ കേന്ദ്രമാക്കി. AICC കൊടുത്തയച്ച പണം അടിച്ചു മാറ്റിയതും 5 കൊല്ലത്തെ കമ്മീഷനും എല്ലാം കൊണ്ട് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെ നക്ഷത്ര മാധ്യമ വേശികളാക്കിയത് ഈ കേക്കച്ചൻ്റെ കള്ളപ്പണം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് തിരിച്ചറിയുക. തീവട്ടിക്കൊള്ളയുടെ കാര്യത്തിൽ പിണറായി വിജയൻ്റെ ഏതാണ്ട് അപ്പൻ്റെ സ്ഥാനത്ത് ഈ നെട്ടൂർ തീവട്ടിയെ നമുക്ക് പ്രതിഷ്ഠിക്കാം. ഇവൻ വന്നാൽ അണലി പോയി രാജവെമ്പാല വരുന്ന അവസ്ഥയായിരിക്കും. ഏഷ്യാനെറ്റിലെ വിനു ബി ജോണും കേസില വക്കീൽ ശങ്കരനും അന്തിച്ചർച്ചക്കാരൻ പൊടിപാറ്റിയുമൊക്കെ നാവാട്ടം കൊണ്ടുണ്ടാക്കിയെടുത്ത ഇമേജുള്ളവൻ. ഇയാൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എന്ത് ചെയ്തു? കെ സുധാകരന് പിണറായി വിജയൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയുന്നതിൽ നാണക്കേടാണ് എന്ന് പറയുന്നത് കേട്ടു. താരകേശൻ്റെ ഭാര്യയും ഈ കേക്കച്ചനെക്കുറിച്ച് ഇതിലും കടുത്ത ഭാഷയിലല്ലേ എന്ന് പറഞ്ഞത്. അതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. കഴിഞ്ഞ 25 കൊല്ലത്തിനിടെ ഈ സതീശൻ ചെയ്ത ജനങ്ങൾക്കറിയാവുന്ന ഏക കാര്യം രാഹുൽ മാങ്കൂട്ടത്തെ തേൻകണിയിൽപ്പെടുത്തി പുറത്താക്കി എന്നത് മാത്രമാണ്. വേറെ എന്തെങ്കിലും
വേറെ എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും പറയാമോ? എന്നാൽ രാഹുൽ ഊരിയ നിക്കറുകളുടെ കൃത്യമായ കണക്ക് തൻ്റെ പക്കലുണ്ട്. അതാണ് തൻ്റെ കഴിഞ്ഞ 25 കൊല്ലത്തെ രാഷ്ട്രീയ നേട്ടം. അതുകൊണ്ട് താനാണ് നിലവിലെ സാഹചര്യത്തിൽ മുഖ്യ മന്ത്രിയാകാൻ പരമയോഗ്യൻ എന്നാണ് സതീശൻ പക്ഷം. പക്ഷേ ഇത്തവണ കേക്കച്ചനെ പറവൂരിലെ വോട്ടർമാർ പഞ്ഞിക്കിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. UDF വല്ല വിധേനയും ജയിച്ചു കയറുമ്പോൾ കേക്കച്ചൻ പറവൂരിൽ പതിരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയും ഇതുപോലെ വലിയ പഞ്ചായത്തുകൾ നാടൊട്ടുക്കും സംഘടിപ്പിച്ച് പിണറായിയുടെ വെറുപ്പീര് നിർബാധം തുടരുവാൻ സർവശക്തനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പിണറായി നന്നായാൽ നിങ്ങൾ വേണ്ട നിങ്ങൾ 3G ആകും. ഞങ്ങളെപ്പോലെ സത്യം പറയുന്നവരെ ഇനിയും പറ്റാവുന്നത്ര കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കാൻ പറയുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ജനങ്ങൾ പിണറായിയെ കൂടുതൽ വെറുക്കും. തദ്ദേശം ആവർത്തിക്കും. വലിയ മിനക്കേടൊന്നുമില്ലാതെ ഭരണവും പിടിക്കാം. പിന്നെ 5 കൊല്ലം അറിഞ്ഞു കക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.